നമുക്ക് ചിലപ്പോഴൊക്കെ കിളി പോയൊരവസ്ഥ ഉണ്ടാവാറില്ല. അതിനാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് എണീക്കും, പെട്ടെന്ന് അത് മറന്നു പോകും. അപ്പോൾ നമ്മൾ പറയും ആകെ കിളി പോയി എന്ന് പറയും. ഈ കിളി പോയ അവസ്ഥയ്ക്കാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. ഇതൊരു മെഡിക്കൽ യൂസേജ് അല്ല, പക്ഷേ പൊതുവെ ഇങ്ങനെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പുതിയ തരം ആളുകളൊക്കെ ഉപയോഗിക്കുന്നൊരു വേർഡാണ്. ഒരു മെഡിക്കൽ യൂസേജ് അല്ല. ഇതിൻ്റെ കാരണങ്ങൾ പലതുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാരണമായിട്ട് പുതിയ പഠനങ്ങൾ പറയുന്നത് നമ്മൾ ഈ റീൽസുകൾ, സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള റീൽസുകൾ കാണുമ്പോൾ, സ്ഥിരമായിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ കാണുമ്പോൾ നമ്മളെ മസ്തിഷ്കത്തിന് അതിങ്ങനെ ഓർത്തെടുക്കാനുള്ള സമയം പരിമിതപ്പെട്ടാണ്. ആ കൂടുതൽ സമയം ഒരു കാര്യത്തിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള, ശ്രദ്ധിച്ചിരിക്കാനുള്ള ആ കഴിവ് നഷ്ടപ്പെടുകയാണ്. കാരണം ഇങ്ങനെ നമ്മളെ മുന്നിലെ സ്ക്രീനിലെ ചിത്രങ്ങൾ ഇങ്ങനെ മാറി മാറി വരികയാണ്, പുതിയ വിഷയങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. അതുകൊണ്ട് നമ്മളെ ഓർമ്മയ്ക്ക്, ബുദ്ധിശക്തിക്ക് ഒരു കാര്യത്തിൽ കൂടുതൽ കാര്യം ശ്രദ്ധിച്ചിങ്ങനെ ഇരിക്കാനുള്ള ഒരു അവസ്ഥ നഷ്ടപ്പെടുന്നത്, കഴിവിനെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതിലൂടെയാണ് കിളി പോയ അവസ്ഥ ഉണ്ടാവുന്നത്. അതുകൊണ്ട് പുതിയ പഠനങ്ങൾ നമ്മളോടും പറയുന്നു, അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് പറയുന്നത് ചെറിയ കുട്ടികൾ ഈ ബുദ്ധി വികസനത്തിൻ്റെ പ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ 3 വയസ്സ് മുതൽ ഒരു 9 വയസ്സ് വരെ അല്ലെങ്കിൽ 8-7 വയസ്സ് വരെ ഒന്നും റീലുകൾ കുട്ടികളെ കാണിക്കരുതെന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം അവരുടെ മെൻ്റൽ ട്രോമക്കത് കാരണം, മെൻ്റൽ ഡിസോർഡറിന് അത് കാരണമാകുമെന്ന് ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വരും തലമുറയിൽ ഒരുപാട് കിളി പോയ ആളുകളുണ്ടാവും. ഒന്നിലും ഒരു ശ്രദ്ധിക്കാൻ കഴിയാതെ, ഒരു കാര്യവും നല്ല രീതിയിൽ ചെയ്യാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും. ഇങ്ങനെ ഈ മെൻ്റൽ ട്രോമ ഉണ്ടാവുമ്പോൾ, മെൻ്റൽ ഡിസോർഡർ ഉണ്ടാവുമ്പോൾ അത് നമ്മളെ ദേഷ്യത്തിന്, ആങ്സൈറ്റിക്ക്, ഉത്കണ്ഠയ്ക്ക്, പിന്നെ അങ്ങനെ പല മാനസികമായിട്ടുള്ള പല അസുഖങ്ങൾക്കും അത് കാരണമാകുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ റീലിൻ്റെ കാര്യത്തിലൊക്കെ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു.